വരുമ്പോ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ഇടയ്ക്ക് ഞാൻ എന്നും അടിച്ചു അതുകൊണ്ടാ ചോദിച്ചത്. ഹലോ ഹലോ എടാ നിന്റെ തണ്ടിയിരിക്കുവായിരുന്നു ഇത്ര നേരം. മൈക്ക് പിന്നെ ഡിസ്കോഡിൽ എങ്ങനെ വർക്ക് ആവണേ? അല്ല ഞാൻ ഇപ്പൊ വേറെ സെറ്റ് ആക്കിട്ട് വന്നേ. എടാ കള്ളം പറയലൊക്കെ നിന്റെ കിണുങ്ങലിലുണ്ട് സൗത്ത് അത്ര നേരം അവിടെ ഇരുന്നേന്ന്. സത്യമായിട്ട് ഇപ്പൊ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തോളൂ മൈക്കാൻ. അതെ ബോട്ടിലെത്തി. ഇതുപോലെ ഒരു കള്ളനൊക്കെ 1590 എന്റെ സെർവർ കത്തിപ്പോ എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. 1590 എന്റെ പ്രൂഫ് ഉണ്ട് പ്രൂഫ് ഉണ്ട്. എടാ എന്താടാ നിങ്ങൾക്കൊക്കെ ഈ പന്നിയുടെ പടമുള്ള TV? അതെനിക്കില്ല, എനിക്കും വേണം. അത് പന്നിയായിരുന്നു. പന്നിയല്ലേ അത്? പന്നിയുടെ മൂക്കല്ലേ? പന്നിയടാ എനിക്കോട് എന്തായാലും വാലിട്ടതാടാ ആരേലും. എടാ സെർവറിൽ കേറണോടാ അപ്പഴേ വരത്തുള്ളൂ ടാഗ്. നമ്മുടെ സെർവറിന് ബൂസ്റ്റ് ഇല്ല. ഇല്ലില്ല, വേറൊരു സെർവർ ഉണ്ടല്ലോ ടാഗിന് വേണ്ടി തന്നെ ഉണ്ട്. ഇങ്ങനെ ഒരു സെർവർ ഉണ്ടോ TV എന്ന്? ഹലോ ഹലോ പബ്ലിക്കേറ്റ് ഉണ്ട്. ഹലോ കേക്കാവോ? വരുന്നതിന് മുന്നേ സെർവർ കത്തി. ഇത് മയിരെ കത്തി തുടങ്ങി ഇതെന്ത് ഞാനൊരു 2.5 മണിക്കൂർ ലോഡിങ് വീണ്ടും പോകും. എണ്ണ വല്ലത് പറഞ്ഞോ? ഇല്ല ഞാൻ വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ പോയിരിക്കുന്നു. സെർവറിൽ കത്തി. ഇപ്പോഴെങ്കിലും നീ വൈറ്റ് ലിസ്റ്റിനെ പറ്റി അന്വേഷിച്ചല്ലോ വെന്നി. സന്തോഷമുണ്ട്. സെർവർ മാറിപ്പോയെന്ന്. ആള് ഡെമോൺസിറ്റി പോയി. ഇല്ലല്ലോ എന്നെയാണ് MGRP ഇരിക്കുക. ഞാൻ സിയോണൊന്നും അല്ലല്ലേ. സിയോണിലെ ഇന്റർവ്യൂവിൽ ഇരിക്കണ വെന്നി. സെർവർ കത്തിയാടാ ഇപ്പൊ ഡൗൺലോഡ് ആവത്തില്ല. പൊങ്ങിയില്ലല്ലോ പൊങ്ങിയോ? ഇല്ലണ്ണ സമയം എടുക്കും. ഹലോ കണ്ണാപ്പിയുടെ ശബ്ദല്ലേ? നീ എവിടെ ആയിരുന്നു ഇത്ര നേരം? എടാ നീ ഏതോ സിറ്റിയിൽ പോയി വള്ളി എടുത്തോണ്ട് വന്ന് 2 നിന്നെ കുനിച്ചിർത്ത് ഇടിക്കാൻ വേണ്ട അവിടെ ഗ്യാങ് ഹൗസിന്റെ വെളി നിക്കണ്. അതൊന്ന് ആലോചിച്ചാണ്. അപ്പുറത്തെ സിറ്റി എടുത്തിട്ട് ഇപ്പുറത്തെ സിറ്റി വന്ന് അതിന്റെ പഴിയൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞാൽ പരിപാടിയാണ്. അപ്പുറത്തെ സിറ്റി പോവാൻ നിന്നോട് ആര് പറഞ്ഞു? ഞാനാണ് ഈ സിറ്റി കംപ്ലീറ്റ്ലി ഡൗൺ ആയി. അതെനിക്കറിയാം. RP നിർത്തിയാ നീ പോയില്ലേ കണ്ണാപ്പി? നിനക്ക് പിന്നെ ജീവിതം ഇല്ലല്ലോ. എനിക്ക് ജീവിതം ഇല്ലല്ലോ. എനിക്ക് വേറെ ഗെയിം കളിക്കാൻ. നീലന്റെ DP കാണിക്കുന്നത്. നീലന്റെ DP പെണ്ണുമായിട്ടൊക്കെ നിൽക്കുന്നേട്ടാ. ഇവനെന്താടാ നീലൻ ജിമ്മനായിട്ടാ? നീലൻ ജിമ്മനാണേ. ഞാൻ നാളെ കേറുവാണേ. നാളെ ഇന്ന് പോയി അഡ്മിഷൻ ഒക്കെ എടുത്തേ. ഇരിക്കാൻ വേണ്ടി പിന്നല്ല അതില്ലേ ചന്ദ്ര ഞാൻ വ്ളോഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. രാത്രി 8 മണി തൊട്ട് ഇതാക്കത്തുള്ള തന്നെയാണ്. പെണ്ണൊന്നും ഇല്ല പറയണ ചന്ദ്ര. ഇല്ല തന്നെയാണ്. കേട്ടില്ല എന്താ പറഞ്ഞേ? ഇന്റർവ്യൂ ടൈമിങ്സ് ഉണ്ട്. ചന്ദ്രനെ മൊത്തം മസിൽ എന്റെ കാലിലെ വീർപ്പൊട്ടിരിക്കുന്നു. കക്കൂസ് കഴിപ്പിക്കുന്ന പേടി. ചാറ്റിലെല്ലാരും റോസാപ്പി എന്ന് പറയണ എന്താടാ? എനിക്കറിയണോടാ. അത് പലരും പലതും പറയും. കൊറേ എണ്ണം ഉണ്ടോ ഇങ്ങനെ ഹേറ്റ് ഉണ്ടാക്കാനായിട്ട്. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കാരണം അപ്പൊ ഇത്രയും വർഷമായിട്ട് ഇന്ന് രാവിലെ 8 മണിക്ക് ഞാൻ കാണാം.
എന്ന് രാവിലെ 8 മണിക്ക് എണീച്ചിരിക്കണു വൈറ്റ് ലിസ്റ്റിന്. ഇപ്പഴല്ലോടാ അതെന്താ 8 മണിക്ക് പോലെ വൈറ്റ് ലിസ്റ്റ് ഇട്ടുള്ളൂ? ടൈമിങ്സ് ഉണ്ട്. നേരത്തെ ചെലവരെ കേറി കാണിക്കുക കേട്ടാ. മന്ദാരം നേരെ എക്സലൻസിന്റെ വിസി പോയിട്ടെ ആദ്യം ചെയ്തത് കമാറിന്റെ അവിടെ പോയി കാണാൻ പറ്റുന്ന ചോദിച്ചത് ബെന്നിയാണ്. അവനെ കൊന്നിട്ട് ആർപ്പ് തുടങ്ങുള്ളത്. ജിമ്മിൽ പോയിട്ട് എന്ന് മറ്റേ മൂലത്തിനകത്ത് എക്സസൈസ് ചെയ്യണം. മൂലത്തിനാലും എക്സസൈസ് ചെയ്യോ? എടാ ഞാൻ നിങ്ങളെല്ലാരും ബാക്കി ജോക്കി ജോക്കി ഒരു മിനിറ്റ് ജോക്കി ജോക്കി ഇത് കേക്ക്. നിങ്ങളെല്ലാരും ഒരു കാര്യം ചോദിച്ചു. ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇവന്റെ പേര് കണ്ട് ഈ കണ്ണാപ്പിയുടെ പേരിൽ തന്നെ ഉണ്ട് അവസാനം അപ്പിന്ന് കണ്ട AP. നമുക്ക് ഇത്രയും വർഷമായിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചേ. വില്ലം ബ്രോ ആരെ ജിമ്മിന്റെ കാര്യം പറഞ്ഞേ? ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നു മസിലിനെ പറ്റിയോ. നമുക്ക് മസിലുള്ളവരെ ഒന്നല്ലോ സംസാരിക്കും പറയും ഇവയൊക്കെ എന്തിന് നിനക്ക് എവിടെ ഇരിക്കുന്നതിന്? നിങ്ങളെ സ്റ്റിറോയിഡ് അടിച്ചോണ്ട് നിങ്ങൾ കളിക്കല്ലേ? നിങ്ങള് സ്റ്റിറോയിഡ് സ്നൈപ്പർ റിസൾട്ട് ചോദിക്കണ ഇവിടെ എല്ലാരും. എന്താടാ ഞാൻ പ്രൈവറ്റ് ആയിട്ട് അടിക്കണം. അടുത്തതിന്റെ അടുത്ത ദിവസം നാളെ സഞ്ജയന അടുത്ത മാസം ഉള്ളത് കേസ്. ഇപ്പഴേ ഇല്ല അടുത്ത മാസം. അപ്പൊ ഒരു പ്ലെയറോട് 1 മാസം കൂടെ ഉള്ളപ്പോ ഇവര് 1 മാസം കൂടെ ഉള്ളു. അല്ല ഈകളെ നീ ഇന്ന് ജോയിൻ ചെയ്യുന്ന ഓക്കെ പോയായിരുന്നു. പിന്നെ ജോക്കി ഇല്ല. പിന്നെ വില്ലം ബ്രോ ജോയിൻ ചെയ്തിട്ട് വന്ന നാളെ തൊട്ട് വർക്കൗട്ട്. നാളെ തൊട്ട് വൈകുന്നേരം 5:30 തൊട്ട് 7:30 വരെ ആണല്ലേ? കഴിഞ്ഞ വർഷത്തിൽ നീ എന്റെ ബെറ്റി തോറ്റതടേ. ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ, നീ എന്നോട് ഈ ജിമ്മിന്റെ ഇതിന്റെ ഒക്കെ കാര്യം പറഞ്ഞതിന് മുമ്പ് നീ കഴിഞ്ഞ 3 വർഷമായിട്ട് കാണാത്ത നിന്റെ സ്വന്തം സാധനമോ വയറ് കുറച്ചിട്ടൊന്ന് കാണാൻ. ഈകളെ ഒരു കാര്യം അറിയോ? ഇവൻ ആഴ്ച ലുലുമാളി പോകും. അവിടുത്തെ വാഷ്റൂമിൽ പോകുമ്പോ അവിടെ നിൽക്കുമ്പോ മാത്രമേ ഇവന് സാധനം കാണാൻ പറ്റുന്നേ. പിന്നെ എല്ലാ ആഴ്ച പോകും. കണ്ണാടി വേണ്ടെന്നുണ്ട് വിലംബ്രോ. മെന്നിക്ക് വയറ് വൈപ്പറിന് രോമം എന്തൊക്കെ കേൾക്കണത് കാണാൻ പറ്റത്തില്ല. അയ്യോ എന്ത് പറയാനാന്ന് കണ്ണഞ്ചേടെ താഴെ നമ്മൾ നോക്കിട്ട് അടിക്കുന്നത്. വൈപ്പർ ഇന്നലെ കലിപ്പായിട്ടാ. വൈപ്പർ ഇന്നലെ ലൈവില് വെള്ളം കുടിക്കണം. ഞാൻ ചോദിച്ചു എന്തൊരു വൈപ്പർ താടിക്ക് വെള്ളം ഒഴിക്കണമെന്ന്. കിട്ടിയോ? 200 ഓഫ് 292 നിൽക്കും. എത്ര നേരം എടുക്കും? ഇനി ജോക്കി വൈറ്റ് ലിസ്റ്റ് എടുത്താ? വൈറ്റ് ലിസ്റ്റ് എന്തിന് വൈറ്റ് ലിസ്റ്റ്? ബ്രാവ് എടുത്ത് പറഞ്ഞാ സർവറിൽ കയറണം. അവനെ വിളിച്ചു എന്തോ വൈറ്റ് ലിസ്റ്റ് വന്നാ ചേട്ടൻ മാസം കളിക്കുന്നു. ബ്രാവോനെ ഇറക്കിയത് സർവറിന്ന്. അവനൊക്കെ ഇനി കേറുന്ന ഉടനെ കൊടയും പിടിച്ചിരിക്കുമ്പോ ആരെങ്കിലും കക്കൂസ് കഴിക്കാൻ കൊണ്ടുവന്ന പേടി. സിനിമാറ്റിക് സ്റ്റാർ എന്ന് പറഞ്ഞ 2 വർഷം നിന്നിട്ടേ കേറുന്നതിന്റെ അന്ന് പിള്ളേര് കക്കൂസ് കഴിക്കാൻ കൊണ്ടുവന്നത്. ജോക്കി ലൈവിൽ എനിക്ക് പറഞ്ഞ ഐഡിയ എന്നെ കൊന്നു കൊല വിളിക്കണം എന്നാലേ ജോക്കിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടാ. ഇനിയിപ്പോ എന്തായാലും ക്രോസ് കൊന്നിട്ടേക്കണം അവനെ. വന്നാ മതി ഒന്ന്. ഞാൻ ക്രോസ് തന്നെ വിളിച്ചോണ്ട് ഇതുവരെ ക്രോസ് വേണ്ടെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും ഒന്ന് ആലോചിച്ചോ. സിറ്റി കയറുമ്പോഴേ ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്കും മൈക്ക് മിക്കവാറും വർക്കാവില്ല. കണ്ണാപ്പിയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. എല്ലാം നിറഞ്ഞ് മൈക്ക് വർക്കല്ല. കക്കൂസും അയ്യോ ഇത് ഞാൻ കണ്ണാപ്പിയല്ല. അതല്ല ഇവരുടെ 2 പേരുടെ മുഖം ഒരേപോലെ ഇരിക്കുക കേട്ടാ. കണ്ണാപ്പിയാണെന്ന് പറഞ്ഞ ഉറപ്പായിട്ട് കൊണ്ടുപോകും. ഇല്ലല്ല മൈരെ പെയിന്റ് അടിക്കില്ല.
ഇല്ല ശരത്തനെ പെയിന്റ് അടിച്ച കൊണ്ടുപോയി കണ്ണാപ്പി എന്ന് നാല് പറഞ്ഞു വാടാടിയാ, നാല് വാടാടി. ശരത്തനെ പ്ലീസ് ഒന്ന് പെയിന്റ് അടിച്ചിറങ്ങോ. എടാ കുടിന് കണക്ട് സെർവർ മൊത്തത്തിൽ അടിച്ചു ആയി പോയി. കാണത്തില്ല, ആയി കാണത്തില്ല. അല്ലല്ലോ ഹാൻഡ് ഷേക്കിംഗ് വിത്ത് സെർവർ കാണിക്കുന്നത്. എടാ എല്ലാവരും സെർവർ കയറാൻ പറ്റുള്ളൂ മനസ്സിലായോ? ആണോ? അയ്യോ ഞാൻ ഞാൻ സെർവറിൽ കയറി. ജോക്കിയുടെ കിട്ടാത്ത പെണ്ണോ? മുട്ടി നിക്കല്ലോ ഇഷ്ടപ്പെട്ടു. ബാബു ഒന്നും പോയില്ലടാ. ബാബു ഇവിടെ പോവാന് അത് കാല് അവന്റെ കാല് ഉയർത്തുന്ന വയ്യാത്തോണ്ട് കയറത്താണ്. എന്ന് ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മളോട്. എടാ 3 പേര് ഒരുപോലെ ഇരിക്കണം. സത്യം SRK ജോക്കി കണ്ണാപ്പി. എടാ, ഞാൻ പെയിന്റ് അടിക്കുന്നില്ലടാ. ചേട്ടൻ പറഞ്ഞോ ചേട്ടാ SRK എന്ന് പറഞ്ഞോ ചോദിച്ചാ ആരെങ്കിലും. SRK കണ്ണാപ്പി ഒരച്ഛന് പറ്റ മക്കളൊക്കെ ഇരിക്കുന്നതിനകത്ത് സൗണ്ടും ഫെച്ചിങ് വള്ളിയൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് കൊണ്ടുപോകാൻ സാധ്യത കുറവാണ്. കേറിക്കോ ധൈര്യമായിട്ട്. ഒരു 2 ഇയർ പുറയിലോട്ട് പോയ പോലെ വടക്കൻ KNR താങ്ക് യു സോ മച്ച് ഖത്തർ എയർടെൽ. എടാ ഞാൻ ശരിക്കും ചോദിക്കണം, ഇവർക്ക് VC ഇല്ല കേറിയിരിക്കാൻ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വിളിക്കും എന്നെ. അത് നടക്കുതാണ്ട് നിങ്ങളെന്താ എന്റെ ലൈവ് നോക്കിയാണ്, ഞാൻ കുറച്ചായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഒരു VC ഇല്ല നീ കേറിയിരിക്കാൻ, പിന്നെ എങ്ങനെ തിരിച്ചെടുക്കണേ? മെന്നി ആ ബ്രാവോടെ നമ്പർ വിളിച്ചിട്ട് താഴോട്ടോ അമ്മ ഇല്ല രാത്രി 8 മണിക്ക് ഇതാ ഡിസ്കോഡിൽ കേറുന്ന താങ്ക് യു സോ മച്ച് ഡാർക്ക് ഹെഡ്സ്. താങ്ക് യു.